പൂർണ്ണ പിന്തുണ അൻവർ ആവശ്യപ്പെട്ടു, കത്ത് തന്നു. അത് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചു, അൻവറിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. അത് ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ്, ഞങ്ങൾ നാഷണൽ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. നാഷണൽ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം എന്താണോ അതനുസരിച്ച് മുമ്പോട്ട് പോകും. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഗ്രഹം അത്തരമൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകണം എന്നാണ്. കേരളത്തിൽ ഒരു മുന്നണി സംവിധാനം, UDF LDF എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് കാലാകാലങ്ങൾ മാറി മാറി ഭരിക്കുന്നത്. അവര് അളിയനും മച്ചാനും ചേർന്നുള്ള പങ്കുവെച്ചവരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മൂന്നാം മുന്നണി വേണം. BJP ശ്രമിക്കുന്നുണ്ട്. BJPയുടെ ഒരു സാധ്യതയും സാഹചര്യവും നമുക്ക് അറിയാമല്ലോ. ഞാൻ അതിനെപ്പറ്റി ആ വഴിക്കോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ജനകീയമായ വിഷയങ്ങൾ, ഒരു കാര്യം പറയാം, അൻവർ രാജിവെച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് വന്നത്. അല്ലാതെ ഷൗക്കത്തിനെ ഇറക്കി നിലമ്പൂര് പിടിക്കണമെന്ന് സതീശൻ പറയുമ്പോൾ ഈ ഒരു ദിവസം ഷൗക്കത്തങ്ങ് ഇറങ്ങിയതല്ലോ, ഒരു സാഹചര്യം വന്നതാണല്ലോ. ഈ അൻവർ തെരഞ്ഞെടുപ്പിൽ രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ, MLA സ്ഥാനം രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ UDFന് കഴിയുമായിരുന്നോ? ഇല്ല. അപ്പൊ അൻവറിനെ പൊളിറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനുണ്ടായിരുന്നു, UDFനുണ്ടായിരുന്നു. കാരണം ഞാൻ പല കോൺഗ്രസ്സുകാരുടെ സുഹൃത്ത് സംസാരിക്കും, അവർ പറയുന്നത് അൻവറോട് കാണിച്ചത്, സതീശൻ കാണിച്ചത് നെറികേടാണെന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു ആ നെറികേട്? നിയമസഭയിൽ മീൻ വണ്ടിക്കകത്ത് കാശ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞു അൻവർ പറഞ്ഞു. ഇതാണ് ഈ രാഷ്ട്രീയത്തിൽ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം ചക്രത്തിൽ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മുന്നണി രൂപീകരിക്കുന്നത്, അല്ലല്ലോ. ഗണേഷ് കുമാർ എവിടെയാണ്? നമുക്കറിയാം. അപ്പൊ ഈ കേരള രാഷ്ട്രീയം ഉണ്ടായ കാലം മുതൽ മുന്നണി സംവിധാനത്തിലാണല്ലോ കേരളം ഭരിക്കുന്നത്, അല്ല ഒറ്റക്കക്ഷിയുടെ ഭരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സംവിധാനത്തിൽ അൻവറിനെ പ്രൊട്ടക്ട് ചെയ്ത് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കണമായിരുന്നു. അതൊരു മാന്യതയും ഒരു സാമാന്യ മര്യാദയായിരുന്നു. കാരണം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നത് UDFൽ സഹായം കിട്ടുമെന്ന ലീഗിന്റെ ഉറപ്പോടുകൂടിയാണ്. അതൊരു നെറികേടാണ്. ഈ പിണറായി വിജയന് സ്വാഭാവികമായ ജന്മനാ ഉള്ള ധാർഷ്ട്യവും അഹങ്കാരവും അദ്ദേഹത്തിന്റെ സംസാരത്തിലും ഭാഷയിലും ബോഡി ലാംഗ്വേജിലുമുണ്ട്. അത് കേരളത്തിൽ കുറച്ചുപേർ അംഗീകരിക്കത്തില്ല. സതീശൻ പിണറായിയെ പോലെ ആകാൻ ശ്രമിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. നമുക്കറിയാം, കേരളത്തിൽ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതൊക്കെ എത്ര നയപരമായി ഡീൽ ചെയ്യുമായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഒന്ന്. രണ്ടാമത്തെ വിഷയം, അൻവർ ഉയർത്തിയ ചില വിഷയങ്ങളുണ്ട്. എന്തായിരുന്നു? ആഭ്യന്തര വകുപ്പിന്റെ പരാജയം. നമുക്കറിയാം, ഒരു പോലീസ് ഓഫീസർ അൻവറിനെ വിളിച്ച് കേണപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്ത് നടപടി ഉണ്ടായി? എന്തായിരുന്നു കേണപേക്ഷിക്കുന്ന കാരണം? സ്വർണ്ണ കച്ചവടം, അതുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പൊ അൻവർ ആ കാണിച്ചത് ധാർമ്മികതയാണോ? ടെലിഫോൺ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ച ധാർമ്മികതയാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊളിറ്റിക്കൽ ധാർമ്മികത ആർക്കൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഡിബേറ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും. പക്ഷെ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ? ആ പോലീസുകാരൻ എന്ത് നടപടി ഉണ്ടായി? അയാളെ സംരക്ഷിച്ചില്ലേ? എത്ര ദിവസം പിണറായി സംരക്ഷിച്ചു? അതിനുശേഷം ട്രാൻസ്ഫർ അല്ലേ കൊടുത്തേ? നമുക്കറിയാം, വന്യജീവി ആക്രമണ പ്രശ്നങ്ങൾ. എന്തൊരു അപഹാസ്യമാണ്. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു, കേന്ദ്രത്തിന് പിണറായി വിജയൻ കത്ത് കൊടുത്തു. എന്താ കത്തിങ്ങനെയാണ്? നാട്ടിലിറങ്ങി ശല്യം ചെയ്യുന്ന വന്യജീവികളെ വെടിവെക്കാൻ അനുമതി വേണം. കത്ത് കൊടുത്തിരിക്കുക. സത്യത്തിൽ നാട്ടുകാരെ പറ്റിക്കുകയല്ലേ? കത്ത് കൊടുക്കുന്നതാണോ? അല്ല മെയിൽ അയച്ചാൽ പോരെ, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? കത്ത് കൊടുക്കുന്ന പ്രേമലേഖനം വല്ലതാണോ? വായിച്ച ഉടനെ ഇങ്ങോട്ട് മറുപടി ഇട്ടാൽ ചുമ്മാ നാട്ടുകാരെ പറ്റിക്കുക. ഇത് ഇവിടെ നമുക്കറിയാം, കോന്നിയിൽ ഒരു ഫോറസ്റ്റില് ഒരു ആന ഒരുത്തന്റെ വീട്ടിൽ വന്ന് ചരിഞ്ഞു. അവർ ഷോക്കേറ്റ് ചരിഞ്ഞു. ഇപ്പൊ എന്റെ വീട് ആക്രമിക്കാൻ വരുന്ന ആനകളെയും പന്നികളെയും കൊല്ലാൻ കുന്തം വെച്ചോ കുഴി വെച്ചോ ഷോക്ക് വെച്ചോ കൊല്ലാൻ എനിക്ക് അവകാശമുണ്ട്. അങ്ങനെ ചത്ത് കഴിയുമ്പോൾ അത് കേസെടുക്കാതിരുന്നാൽ പോരെ? ഇത് ആരറിയുന്നു? അപ്പൊ കേസെടുക്കുകയും ചെയ്യും, കത്ത് കൊടുത്തിട്ട് വെടിവെക്കാൻ അനുമതിയും വാങ്ങുക എന്നൊക്കെ പറയുന്ന വിഷയം. നിലമ്പൂരിൽ ഈ വിഷയം അൻവർ ഉയർത്തിക്കൊണ്ടുവന്നു. സംസാരിക്കുന്നുണ്ടോ? കർഷകരുടെ വിളകൾക്ക്, റബ്ബർ കർഷകർക്ക് വിളകളില്ല, ഈ വിഷയം സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയം സംസാരിക്കാൻ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ആ പ്ലാറ്റ്ഫോം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ കമ്മിറ്റിയുടെ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ പിണറായിസത്തിനെതിരെ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ അൻവർ ഇപ്പോൾ സതീശനെതിരെയും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇടതുവലത് മുന്നണികൾക്കെതിരെ ഒരുപോലെ ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ് അൻവർ. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അൻവറിനെ പിന്തുണയ്ക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന്റെ കാരണം എന്താണ്? ഒപ്പം അൻവറിന്റെ വിജയ സാധ്യത അത് എത്രത്തോളമാണെന്നാണ് മനസ്സിലാക്കുന്നത്? രാഷ്ട്രീയത്തിൽ വിജയസാധ്യത നമുക്ക് പറയാനില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ എത്രയോ കാലമായി ഇടതിനു മേലിൽ കുത്തി ശീലിച്ചവരാണ്. അത് സുപ്രഭാതത്തിൽ മാറ്റിക്കുത്തുന്നൊക്കെ നമുക്ക് അറിയത്തില്ല. അത് വിജയിക്കുന്ന കാര്യം ഇപ്പോഴേ പറഞ്ഞിട്ട് പിന്നെ അവർ ട്രോൾ ഏറ്റുവാങ്ങാനൊന്നും ഞാൻ തയ്യാറല്ല. വിജയസാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ പോരാട്ടം അങ്ങനെയാണല്ലോ. ആ രാഷ്ട്രീയ പോരാട്ടം പിന്നീട് ഓർമ്മകളിൽ നിൽക്കുമല്ലോ. ഇങ്ങനൊരു പോരാട്ടം ഉണ്ടായിരുന്നു, അത്തരം ഒരു പോരാട്ടമാണ്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിച്ചു, ഞാൻ അൻവറിനല്ല പിന്തുണ കൊടുക്കുന്നത്. അൻവറിന്റെ വ്യക്തിപരമായ ഭൂതകാല വിഷയങ്ങളെയൊന്നും ചർച്ച ചെയ്ത് കൊണ്ടുവരാൻ വ്യക്തിപരമായ ഒരു പിന്തുണയല്ല ഇത്. ഇതിന് ആം ആദ്മി ഇതിനകത്തൊരു രാഷ്ട്രീയത്തിന്റെ സാഹചര്യം കാണും. ഒരു മൂന്നാം മുന്നണി സംവിധാനം ഉരുത്തിരിഞ്ഞു വരുമെങ്കിൽ 1. 2, ഡൽഹിയിൽ ഞങ്ങളുടെ ഇലക്ഷനിൽ ഞങ്ങളെ സഹായിച്ച പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഞങ്ങൾക്ക് വേണ്ടി പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രചരണങ്ങളിൽ പങ്കെടുത്ത ആളാണ് ബഹുവ മൊയ്ത്ര എന്ന് പറയുന്ന തൃണമൂലിന്റെ ഏറ്റവും ശക്തയായ ധീരയായിട്ടുള്ള ഒരു ലേഡി MP.
അപ്പോൾ ആ വിഷയത്തിൽ അവിടെ CPM കാൻഡിഡേറ്റിനെ നിർത്തി ഞങ്ങൾക്കെതിരെ നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ ഞങ്ങളെ കാലുവാരിയവരാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യം രാഷ്ട്രീയപരമായ നാഷണൽ സാഹചര്യം തൃണമൂലുമായി യോജിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ പിന്തുണയിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇത് വ്യക്തിപരമായി അൻവറിനുള്ള പിന്തുണയല്ല. അൻവർ ഉയർത്തിയ, അൻവർ എന്നല്ല അത് ആരായാലും, ഞാനായാലും അങ്ങായാലും ഉയർത്തിയ ചില രാഷ്ട്രീയ വിഷയങ്ങളുള്ള പിന്തുണയാണ്. തൃണമൂൽ കോൺഗ്രസുമായി യോജിച്ചുകൊണ്ട് അത്തരം ഒരു മുന്നണി സംവിധാനം കേരളത്തിൽ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണിത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.